നമസ്കാരം, PTR ലൈവ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. താനാളൂർ വട്ടത്താണിയിൽ വീടിന്റെ വാതിൽ തകർത്തു വൻ കവർച്ച. വട്ടത്താണി താനാളൂർ റോട്ടിൽ താമസിക്കുന്ന പൊരുളി തലൂക്കാട്ടിൽ അലവി ഹാജിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇരുപത് പവൻ സ്വർണ്ണാഭരണവും 30,000 രൂപയും 2 ലാപ്ടോപ്പുകളും നഷ്ടമായി. ബുധനാഴ്ച ഉച്ചയ്ക്ക് മഞ്ചേരി അരീക്കോട്ടേക്ക് പോയ അലവി ഹാജിയും കുടുംബവും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. താനൂർ SI സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി. വീട്ടിന്റെ 4 ഭാഗത്തുമുള്ള CCTV ക്യാമറകൾ തിരിച്ചുവച്ച നിലയിലാണ്. മീറ്റർ ബോർഡിലെ ഫ്യൂസ് ഊരി മാറ്റിയിട്ടുണ്ട്. നഷ്ടമായത് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ഞാൻ ഇവിടുന്ന് എൻ്റെ കുടുംബം കൂടി പുറത്തു പോയിരുന്നു, എൻ്റെ ഭാര്യ വീട്ടിൽ അരീക്കോട്. തിരിച്ചു വന്നപ്പോൾ 2-2:30 മണി 3 മണിയായിരുന്നു നമ്മൾ തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഈ ഫ്രണ്ട് ഡോറ് ഓപ്പണായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ആരവിടെ വന്നിക്കണേ പടച്ചോനെ എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പോയതിന് ശേഷം അവളെ പറഞ്ഞ് മനുഷ്യ ഇവിടെ വരും, ഇവിടെ എന്തൊക്കെ തുറന്ന് കിട്ടിക്കണ ഇവിടെ കള്ളന്മാർ കയറിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും തുടരില്ല, അങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അൽമറ 2-3 കുത്തിപ്പൊളിച്ച് കിടക്കുന്നത് കണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20 പവൻ സ്വർണം എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൊളിച്ച് വെച്ചിരുന്നത് അത് പോയിട്ടുണ്ട്. ഒരു 30,000 രൂപ ക്യാഷ് എൻ്റെ ഭാര്യയുടേത് പോയിട്ടുണ്ട്. പിന്നെ ചില്ലറ 3-4,000 രൂപ അത് പോയിട്ടുണ്ട്. പിന്നെ 2 ലാപ്ടോപ്പ് വില പിടിച്ചതിന്, ഒന്ന് മോൾ ഉപയോഗിക്കുന്നു, മോൻ ഉപയോഗിക്കുന്നു, അതിന് അങ്ങനെ 2 ലാപ്ടോപ്പ് പോയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നെ എന്തൊക്കെ പോയതെന്നുള്ളത് എനിക്കിപ്പോൾ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഞാൻ വീട്ടിനകത്തേക്ക് കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ളത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്ര മണിക്കാണ് ഇവിടുന്ന് പോയത്? എത്ര മണിക്കാണ് തിരിച്ചെത്തിയത്? ഏകദേശം ഈ പോയ ടൈമിനെ ഞാൻ തിരിച്ചു വിടുന്നു. ഞാൻ 2-2:15 അവൻ ഇവിടുന്ന് പോയപ്പോൾ ഒരു 2:45-3 മണിയായപ്പോൾ ഞാൻ അന്ന് ഇവിടെ തിരിച്ചു എത്തിയതും. ഞാൻ വീട്ടിനകത്ത് എന്താണെന്നുള്ളത് ഞാൻ കയറി നോക്കിയിട്ടില്ല. പിന്നെ ഈ വരല് ഇതൊക്കെ കാര്യമില്ല, അവരെ അടയാളം അവർ കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറി മതി എന്ന് പോലീസുകാർ പറഞ്ഞപ്പോൾ ഞാൻ അകത്ത് എന്തെങ്കിലും ആയുധങ്ങൾ ഉപേക്ഷിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ട്. അവിടെ നമ്മുടെ വീട്ടിനകത്ത് പിന്നെ കത്തി എടുത്തിട്ടാണ് ഇപ്പോൾ അവിടെ പിന്നെ 2 ഡോറ് പൊളിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൻ്റെ ഈ ഡോറും അങ്ങോട്ട് പോകുന്ന റൂമിനകത്തേക്ക് എടുക്കുന്ന ആ ഡോറും പൊളിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 ഡോറ് പൊളിച്ചു വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഏകദേശം അരമണിക്കൂർ മാത്രമേ അവിടെ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോൾ ഒരു കഷ്ടിച്ച് ഞാൻ ഈ വീട്ടിൽ നിന്ന് നിന്നിട്ട് ഒരു 24 മണിക്കൂറോളം ഞാൻ മാറി നിന്നിട്ടുള്ളത്. അല്ല, ഇപ്പോൾ നിങ്ങൾ കുടുംബസമേതം പോയത് എത്ര മണിക്കാണ്? ഇവിടുന്ന് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു 2 മണിയായിട്ട് ഞാൻ പോയിട്ടുണ്ടാവുക. തിരിച്ചെത്തിയത് ഒരു 3 മണിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ തിരിച്ചെത്തിയത്. ഇന്ന് 3 മണിക്ക് ഉച്ചയ്ക്ക് 3 മണിക്ക് തിരിച്ചെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് പോയി, ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചെത്തി. അതെ. ഇതിൽ CCTV വല്ലതും ഉണ്ടോ? CCTVൻ്റെ ക്യാമറ എല്ലാം അവർ പൊളിച്ചു വെച്ചിട്ടുണ്ട്, പീസ് ഊരി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ഇനി അകത്തെന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അത് നോക്കിയതിന് ശേഷമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒറ്റയടിക്ക് എന്താണ് എങ്ങനെയൊക്കെയാണെന്ന് അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. സാധാരണ വീട്ടിലാരൊക്കെ ഉണ്ടാവാറ്? ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മകളുമാണ് ഇപ്പോൾ വീട്ടിലിവിടെ ഉള്ളത്. പിന്നെ മകന് വിദേശത്താണ്, അവൻ്റെ ഭാര്യയും വിദേശത്താണ്. ഞങ്ങൾ ഇത്ര പേരാണ് ഉള്ളു ഇവിടെ, 5 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. സദാസമയവും വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡരികിലാണ് അലവി ഹാജിയുടെ വീട്. ഉയരമുള്ള ചുറ്റുമതിലും ഗേറ്റും വീടിനുണ്ട്. പുറകുവശത്തെ മതിൽ ചാടിയാകും അകത്ത് കടന്നിട്ടുള്ളതെന്നാണ് പോലീസ് കരുതുന്നത്. PTR ലൈവ് ന്യൂസ്, തിരൂർ.